സുരേഷ് ചേട്ടൻ വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു എൻട്രി ഒക്കെ പ്ലാൻ ചെയ്തിരുന്നേട്ടാ. പക്ഷേ പുള്ളി ഇച്ചിരി വൈകി പോയി. ആരാണത്? എത്രയോ നാളെ പുള്ളി എപ്പോഴും പറയാറുണ്ട്, ഞാൻ സുരേഷ് ചേട്ടന്റെ ശരീരം വിറ്റ് ശബ്ദം വിറ്റ് ജീവിച്ച ആളാം. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സുരേഷ് ചേട്ടൻ മറ്റേ പാപ്പനിലിട്ടെന്ന് ആരെയും വേറെ ആരുമല്ല. ആരാണത്? നിന്റെ അമ്മയുടെ നായര് പറയണം. ലെറ്റ്സ് വെൽക്കം ടിനിറ്റോ. സുരേഷ് ഗോപിനൊന്ന് കാണിച്ചേ. സ്പീഡ് ചാടം ചവിട്ടെ. അവനാണ് നീ. ഞാനാ? എന്താണ് ഇത്? കേരളത്തിലെ 455 സ്റ്റേഷനിലെ നീയൊക്കെ കൂടി എന്റെ അന്നം മുട്ടിക്കുവാടാ. ഈ എബ്രഹാം മാത്യു മാത്തന് നിന്നെ പേടിയില്ല, നിന്റെ പോലീസിനെയും പേടിയില്ല. അൾട്ടിമേറ്റ്ലി മാൻ ഇസ് എ ബോൺ. സുരേഷേട്ടൻ വന്ന സുരേഷ് ചേട്ടൻ വന്നു. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ മാൻ ഇസ് എ ബോൺ അനിമൽ. ഇതാണ് കേട്ടാ സൗണ്ട്. ഇതാണ് സാധനം. ആ പുറകിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ ഇപ്പം സുരേഷ് ചേട്ടൻ മറ്റേ പുതിയ പടത്തിലെ ഡയലോഗ് പറഞ്ഞോ, എന്ത് കറക്റ്റ് ആയിട്ടാണ് ബാക്കിൽ നിന്ന് സുരേഷ് ചേട്ടന്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ് ഭയങ്കര കയ്യടി ആർപ്പുള്ളിയൊക്കെ. വിജയൻ ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. പാപ്പല്ലേ സിനിമയില് പുള്ളിയെ ഒരു തവണയെ കൊന്നിട്ടുള്ളൂ. നിങ്ങൾ ദിവസവും കൊല്ലുന്നത്. നീ ആക്കിക്കോ, പക്ഷെ ഒരുപാട് കയറി അങ്ങ് ആക്കരുത്. ക്ഷുദ്രജീവികളെല്ലാം ഒന്നിക്കുന്നു അല്ലേ? ക്ഷുദ്രജീവികളെല്ലാം എന്ന് പറഞ്ഞപ്പോ റീമി അവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള പോലെ അല്ല, ഞാൻ നോക്കുമ്പോ ഇവൻ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നിൽക്കണേ. എന്താന്ന് വെച്ചപ്പോ ഉണക്കമീൻ മേടിക്കാനാണ്. എന്താ അതാവുമ്പോ ചെയ്യൂല, എത്ര കാലമാണെങ്കിലും ഇരുന്നോളൂ. ചിരിക്കണം. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം.